വെൽക്കം ടു സ്റ്റാർജൻ. മലയാള സിനിമയിലെ മോസ്റ്റ് ഹാപ്പനിങ് യങ്സ്റ്റർ ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹീസ് യങ്, ഹീസ് ഹോട്ട്, ഹീ ഈസ് എ സൂപ്പർ സ്റ്റാർ, ഹീ ഈസ് എ യങ്സ്റ്റർ, ഹീ ഈസ് എന്താ പറയുക ഒരു ആംഗ്രി യങ് മാൻ. ഹീ ഈസ് ദ വൺ ആൻഡ് ഓൺലി നിവിൻ പോളി. നമസ്കാരം. വെൽക്കം ടു സ്റ്റാർജൻ. ആദ്യമായിട്ടാണല്ലേ നമ്മൾ ഒരു ടി വി ഷോയ്ക്ക് ആദ്യമായിട്ടാണ്. വെരി ട്രൂ. സോ ടെൽ മീ, ഞാൻ കേട്ടു നിവിൻ പോളിയാണ് മലയാള സിനിമയിലെ യങ്സ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ഒരു നടൻ. ഇസ് ദാറ്റ് ട്രൂ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഒരിക്കലുമല്ല. നമ്മളെ സാറ്റലൈറ്റ് വാല്യൂ എന്തോരം പേരുണ്ട്? യങ് നടൻ. എനിക്കറിയില്ല, ഞാൻ എൻ്റെ സാറ്റലൈറ്റ് വാല്യൂ ഇതുവരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു തുടങ്ങി. ഒരു നടൻ യുനോ പിന്നെ ഹോട്ട് പ്രോപ്പർട്ടി ആവുന്നത് സാറ്റലൈറ്റ് വാല്യൂയിലൂടെയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ട്. സാറ്റലൈറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ് സിനിമകൾ ഡിസൈൻ ചെയ്യപ്പെടുന്നതൊക്കെ സാറ്റലൈറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊരു ഘടകമായി മാറിയിരിക്കുകയാണ്. 2015 വരെ നിവിൻ പോളിക്ക് ഡേറ്റ് ഇല്ല. നിവിൻ പോളിക്ക് നിവിൻ പോളി അൺറീച്ചബിൾ ആണ്. നിവിൻ പോളി ഭയങ്കരമായിട്ട് വളർന്നു, പടർന്നു, പന്തലിച്ചു. നിവിൻ പോളി റീച്ചബിൾ ആണ്. ഇങ്ങനെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ നല്ല സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ. ടെൽ മീ, വാട്ട് ആർ യു നൗ? ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ്, 4 വർഷം മുമ്പ് മലർവാടിയിൽ കാലൊടിഞ്ഞ നിവിൻ പോളി ഓഡിഷന് പോയി. അവിടെ നിന്ന് ഇവിടെ മലയാള സിനിമ 2 കാലിലും നിവർന്നു നിൽക്കുന്ന നിവിൻ പോളി ആവുന്ന ഈ ഒരു ജേർണിയെ എങ്ങനെ ചെറുതാക്കി പറയാം? നമുക്ക് ആഗ്രഹമുള്ളതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് തോന്നുന്നു? യു ആർ ഹിയർ, പക്ഷേ നിവിൻ പോളി ഇതൊരു ഡ്രീം റൺ ആണോ for you? തീർച്ചയായും. കാരണം എത്രയോ പേര് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡാണ് അല്ലേ. ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് എത്രയോ ഓഡീഷൻസിനൊക്കെ പങ്കെടുത്തിട്ടും എന്താ പറയുക, സിനിമയിൽ ഒരു ചാൻസ് കിട്ടാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ഭാഗ്യത്തിന് ആദ്യത്തെ ഓഡീഷനിൽ കിട്ടി. ലൈഫിൽ ആദ്യത്തെ ഓഡീഷൻ. നല്ല എൻട്രി കിട്ടി. നല്ല സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. നല്ല ബാനറിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. എന്താണ് പറയുക, നമ്മൾ അധികം ബാക്കപ്പ് ഒന്നും ഇല്ലാതെയാണ് എൻ്റെ സിനിമയിലേക്ക് വന്നത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കരിയർ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. ആക്ച്വലി ഇത് നിവിൻ തന്നെ സർപ്രൈസ്ഡ് ആവുന്നത്. ലൈഫിൽ ആദ്യത്തെ ഓഡിഷൻ, ആദ്യത്തെ മൂവി സൂപ്പർ ഹിറ്റ്. ആൻഡ് അവിടെ നിന്ന് നിവിനെ വീണ്ടും അതേ ഡയറക്ടർ അടുത്ത മൂവിയിൽ കാസ്റ്റ് ചെയ്യുക, അത് ബമ്പ ഹിറ്റ്. അതിനുശേഷം നിവിൻ വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു, അതും ഭയങ്കര ഹിറ്റ്. ഇടയിൽ എത്ര സിനിമകൾ വന്നാലും നിവിൻ ഒരു മാർക്ക് ഉണ്ടാക്കി പോവുക, ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കി പോവുക. ഐ മീൻ, ഇത് ലക്കാണോ അതോ ഹാർഡ് വർക്ക് ആണോ? വാട്ട് യു തിങ്ക്? ഐ മീൻ എല്ലാം ഉണ്ട്. ഇപ്പോൾ ആദ്യത്തെ സിനിമ അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഒരുപാട് നിമിത്തങ്ങൾ മൂലം കിട്ടിയൊരു സിനിമയാണ് മലർവാടി. നേരത്തെ പറഞ്ഞ പോലെ കാലൊടിഞ്ഞ സമയത്ത് അങ്ങനെ ഓഡീഷന് പോകാൻ തോന്നിയതും വിനീത് മനസ്സിലാഗ്രഹിച്ച് അതേ രൂപത്തിൽ അവിടെ പ്രസൻ്റ് ആവാൻ പറ്റിയതൊക്കെ ഒരുപാട് നിമിത്തങ്ങളാണ്. പിന്നീട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ തട്ടത്തമരത്തിനാണെങ്കിലും വേറെ സിനിമകളൊന്നും ചെയ്യാതെ ഞാനൊരു 5-8 മാസം വീട്ടിലിരുന്നു. വിനോദ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് കുറേയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ചേഞ്ച് ഓവർ വേണമെന്നൊക്കെ വിനീത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഹാർഡ് വർക്കാണ്, കുറേ ലക്കാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആൻഡ് മാച്ചിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നിവിൻ്റെ നേരം ശരിക്കും തെളിഞ്ഞു തോന്നിയത് ഏത് മൊമെൻറ്റിലാണ്? അല്ല, ഭയങ്കര ഒരു ചേഞ്ച് ഫീൽ ചെയ്തത് തട്ടത്തുമാറിയത്തിൻ്റെ റിലീസ് ആണ്. അത് അല്ല, ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. കാരണം ഒരുപാട് നാൾ കൂടിയാണ് ഒരു റൊമാൻറ്റിക് സിനിമ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവായിരുന്നു. ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും, ചിലപ്പോൾ ജനങ്ങൾ അതൊരു ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അത് നന്നായിട്ട് സ്വീകരിക്കപ്പെട്ടു. ക്രിക്കറ്റ് നിവിൻ പോലുള്ള ലൈഫ് തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ടല്ലോ ഇപ്പോൾ. അതെ, ഇപ്പോൾ നല്ലൊരു ബന്ധമുണ്ട്. എന്താ ചെറുപ്പം നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളവരാണ്. ഞാനും എന്താണ് വെക്കേഷൻസിനൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പം എൻ്റെ ഫ്രണ്ട്സിനെയും കസിൻസിൻ്റെ കൂടെയൊക്കെ പാടത്തൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെ കളിച്ചിരുന്നിട്ട് പിന്നെ ഒരു വളരെ പ്രൊഫഷണൽ ഒരു ഗെയിമിലേക്ക് വരുന്നത് CCLൻ്റെ സമയത്താണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ബോളിൽ അതുവരെ ഞാൻ കളിച്ചിട്ടില്ല. ആകപ്പാടെ റബ്ബർ പന്തിലാണ് ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പ്രാക്ടീസിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഫാസ്റ്റ് ബോളേഴ്സൊക്കെ സ്റ്റിച്ച് ബോൾ എറിയാൻ വരുമ്പോൾ ഞാൻ മാറിയിരിക്കും, ബാറ്റിൻ്റെ അവിടെ നിന്ന് മാറിയിരിക്കും. പിന്നെ കോച്ചൊക്കെ പിന്നെയും പിടിച്ചിരിക്കും, മര്യാദയ്ക്ക് ധൈര്യത്തോടെ കളിക്കുന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ CCLൻ്റെ ഫസ്റ്റ് സീസൺ നമ്മൾ കഴിഞ്ഞ വർഷം കയറി കഴിഞ്ഞാൽ അങ്ങനെ പയ്യാണ് കളിച്ച് തുടങ്ങിയത് ക്രിക്കറ്റ്. പിന്നെന്താ പറയുക, നമുക്ക് കൊച്ചി സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു എന്താണ് നിറഞ്ഞ സദസ്സിൽ നമുക്ക് അങ്ങനെ കളിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഐ ഷുഡ് ഗിവ് യു എ ഗിഫ്റ്റ്. തരും. ഞാൻ എന്ത് ഗിഫ്റ്റാണ് തരുന്നത്? ക്രിക്കറ്റായിട്ട് കണക്ഷനിൽ എന്തോന്നാണ്? നിവിൻ്റെ ക്രിക്കറ്റ് ടീമുമായിട്ട് കണക്ഷനിൽ എന്തോന്നാണ്? സ്റ്റാർട്ട് തിങ്കിങ്.
ക്രിക്കറ്റ് ബാറ്റാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ആ ബാറ്റിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, എല്ലാവരും ഒപ്പിട്ടൊരു ബാറ്റാണ്, അതാണ്. എല്ലാവരും ഇല്ല, ഒരാൾ ഒപ്പിട്ടൊരു ബാറ്റാണ്. ഞാൻ ഒപ്പിട്ട ബാറ്റാണ്. ഹലോ. ഓക്കെ, ഇതിനകത്ത് ആരാണ് ഒപ്പിട്ടിരിക്കുന്നത് പറയാമോ? ക്രിക്കറ്ററാണോ? അതെ, ക്രിക്കറ്ററാണ്. നെവിൻ ഒരു ക്രിക്കറ്ററാണെങ്കിൽ ഇദ്ദേഹം ഒരു ക്രിക്കറ്ററാണ്. ഈ പേര് മലയാള സിനിമ മറക്കില്ല. ലാലേട്ടനാണ്. ആഹാ, തരൂ. So tell me, മോഹൻലാൽ ആസ് എ ക്രിക്കറ്റർ, മോഹൻലാൽ ആസ് എ ക്യാപ്റ്റൻ എങ്ങനെയായിരുന്നു CCL ടീമിൽ? ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, ലാലേട്ടൻ നമ്മൾ കുറച്ച് കൂടുതൽ അടുത്തറിയുന്നത് CCLൻ്റെ സമയത്താണ്. അപ്പോൾ ലാലേട്ടനൊക്കെ നമ്മൾ എന്താ പറയുക, പല പല സെഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോച്ചിങ് ഉണ്ടാവും, കോച്ചിങ് കഴിഞ്ഞിട്ട് പല ക്ലാസ്സസ് ഉണ്ടാവും, യോഗ ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ ക്ലാസ്സസിലും നമ്മുടെ കൂടെ വന്നിരിക്കുക, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്റ്റാറാണെന്നുള്ളൊരു ബിഹേവിയറൊന്നും ഇല്ലാതെ എല്ലാവരോടും തമാശ പറഞ്ഞും കളിച്ചും തിരിച്ചും നമ്മളോട് ഡിന്നർ കഴിക്കാൻ വരിക. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആസ് എ ക്യാപ്റ്റൻ ഫുൾ ടീം എന്താണ് പറയുക, ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു ക്യാപ്റ്റനായിരുന്നു. പിന്നെ ആ ഒരു കുറച്ച് സമയമാണ് ലാലേട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 സീസണിലാണെങ്കിലും CCL സമയത്താണ് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഫൺ. ഈ ടീം CCL ടീമിൽ എനിക്ക് തോന്നുന്നു രാജീവിന്റെ റൂംമേറ്റ് ആയിരുന്നു അല്ലേ? അതെ അതെ, ഞാൻ രാജീവും സെയിം റൂമാണ്. സെയിം റൂം അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് പണ്ട് ഉണ്ടാക്കിയത്? അല്ല, അത് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വന്നു ചേർന്നാണ്. ഫസ്റ്റ് CCLൻ്റെ ഫസ്റ്റ് മാച്ചിന് ടീം മീറ്റിങ്ങിൽ പെട്ടെന്ന് അനൗൺസ് ചെയ്തതാണ് രാജീവും ഇവനും ഓപ്പൺ ചെയ്ത്. കാരണം ലെഫ്റ്റ് ഹാൻഡ് റൈൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടിയത് ആ സമയത്താണ്. കാരണം ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ ബോളേഴ്സിനുള്ള ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇറക്കിയത്. പക്ഷേ അതിന് 2 റണ്ണിൽ ഞാൻ ഔട്ടായി. അപ്പോൾ ഇവിടുത്തെ കൊച്ചി കളിയിൽ വന്നപ്പോൾ ഇന്ദ്രേട്ടനായിരുന്നു ഓപ്പണറായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഓപ്പണിംഗ് പോയി എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇല്ലാന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്ദ്രേട്ടൻ്റെ കാലിനൊരു സ്പ്രെയിൻ വന്നിട്ട് ഇടയ്ക്ക് കളിയുടെ ഇടയിൽ നിന്ന് മാറേണ്ടി വന്നു. അപ്പോൾ പിന്നെയും നമുക്ക് ആ ചാൻസ് കിട്ടി, അങ്ങനെ കൊച്ചിയിൽ കളിക്കാൻ പറ്റി. ലെഫ്റ്റ് ഹാൻഡ് റൈൻഡ്. മോഹൻലാലിൻ്റെ ഓട്ടോഗ്രാഫ് ചെയ്തൊരു ബാറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ഞാനൊരു കോൺട്രവേഴ്സി ചോദിക്കാൻ പോവാണ് നെവിൻ പോളിൻ്റെ അടുത്ത്. എന്തായിരുന്നു കോൺട്രവേഴ്സി? അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് എനിക്കിങ്ങനെ ആദ്യം 1-2 ഉച്ചയ്ക്ക് എന്നെ അറിയിച്ചു ഇങ്ങനൊരു മാഗസീനിലൊരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കാര്യമാക്കി എടുത്തില്ല, എന്തോ വന്നതല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു 7 മണിയോട് കൂടിയാണ് എനിക്ക് കോൾസ് വന്നു തുടങ്ങിയത്. എന്താണ് പ്രശ്നം, ചാനൽസിൽ നിന്ന് കോൾസ് വരുന്നു. അപ്പോൾ ഇതെന്താണ്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ വായിച്ചില്ല എന്താ സംഭവം പറഞ്ഞു. പിന്നെ മെസ്സേജസ് വരാൻ തുടങ്ങി. മെസ്സേജസൊക്കെ ഇത്തിരി പ്രശ്നമുള്ള മെസ്സേജസ് ആയിരുന്നു, ചീത്തവിളിയൊക്കെ തുടങ്ങി. പിന്നെ ആരാധകർ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്തിരി സീരിയസ് ഇഷ്യൂ ആണല്ലോ. പിന്നെ ഫേസ്ബുക്കിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്തിരി സീരിയസ് ആയിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് ഇഷ്യൂ, എനിക്ക് മനസ്സിലാവുള്ളത്, അറിയാതെ എങ്ങനെയാണെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അപ്പോൾ 83 ഡബ്ബിങ് നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഡബ്ബിങ് സ്റ്റുഡിയോ പോയപ്പോൾ ഞാൻ ഈ മാഗസീൻ കണ്ടു. അപ്പോൾ മാഗസീനിൽ എഴുതിയിരിക്കുന്നത് എന്താ പറയുക, അങ്ങനെ ഒരു സംഭവമേ. ഞാൻ പറയാം. മാഗസീനിൽ എഴുതിയിരിക്കുന്നു, പിന്നെ മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന് വേണ്ടി, പ്രിയദർശൻ മോഹൻലാൽ ടീമിന്റെ പുതിയ ചിത്രത്തിന് വേണ്ടി നിവിൻ പോളി ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാൻ മോഹൻലാൽ ഫോണിൽ വിളിച്ചു. നിവിൻ പോളി ഫോൺ എടുത്തില്ല. എവിടെ ആ ഫോൺ ഒന്ന് കാണിച്ചു കൊടുക്കും? ഫോൺ ഇവിടെ ഉണ്ട്. എടുക്കാതിരുന്ന ഫോൺ ഒന്ന് കാണിച്ചു കൊടുക്കും. എടുക്കാതിരുന്ന ഫോണാണ്. ബട്ട് എന്നിട്ട് എന്തായി, പിന്നെ എടുത്തില്ല അങ്ങനെ. അപ്പൊ നെവിൻ എന്നിട്ട് പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ഇട്ടു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഇട്ടു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല, അങ്ങനെ മോഹൻലാൽ വിളിച്ചിട്ടില്ല, ഒരു ഡിസ്റെസ്പെക്റ്റോടുകൂടി ഞാൻ പെരുമാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നെ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ല, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, അതിങ്ങനെ ഓരോ മാഗസീനിൽ വരും, നീ അത് കാര്യമാക്കണ്ട, ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷേ റെസ്പോൺസ് വളരെ മോശമാണ്. എന്ന് പറഞ്ഞാൽ ഫാൻസിനെ അത് ഭയങ്കര ഹേർട്ട് ചെയ്യുമല്ലോ, ലാലേട്ടനെ പോലെ ഒരാളുടെ മൊബൈൽ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലാലേട്ടനോട് ചോദിച്ചു ഇങ്ങനെ എന്താണ് പറയുക, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ലാലേട്ടൻ തന്നെ പറഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോൾ അന്ന് ലാലേട്ടൻ വയ്യാണ്ട് കിടക്കായിരുന്നു, ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഒന്ന് സുഖമായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ നെക്സ്റ്റ് ഡേ ഈവനിങ് തന്നെ ലാലേട്ടൻ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അതോടുകൂടി അതവിടെ നിന്നു. അതല്ലായിരുന്നുവെങ്കിൽ യു ആർ ലൈക്ക് എ കള്ളൻ, യു ആർ ലൈക്ക് എ പോലീസ്. റിയൽ ലൈഫിൽ സ്വന്തം സ്വഭാവം വെച്ചിട്ട് പോലീസ് പോലെ ആയിരിക്കും. അനീതി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എതിർക്കുന്ന നിവിൻ പോളി. അല്ല, ഒരു കള്ളത്തരത്തിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഓപ്പൺ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് നിവിൻ പോളി. പറയാറുണ്ട്. അത് ഏത് സെറ്റിലാണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അറിയിക്കാറുണ്ട്. നിവിൻ ഫിലിം സെലക്ട് ചെയ്യാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ്, സൂപ്പർ ഡയറക്ടർ? സ്ക്രിപ്റ്റ്. ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് നല്ല നേരം, ചീത്ത നേരം?
എനിക്ക് ഒരുപാട് നല്ല നേരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഭാഗ്യങ്ങളും നിമിത്തങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. നിവിൻ്റെ ലൈഫിൽ ചീത്ത നേരം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് ടിൽ മലർവാടിയുള്ളൊരു സ്പേസ് ആയിരുന്നു അത്. ഒരു ഫിനാൻഷ്യൽ സൈഡിൽ നോക്കുകയാണെങ്കിലാണ് ചീത്ത നേരം, പക്ഷേ അതൊരു ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് ടൈമാണ്. ഫിനാൻഷ്യൽ ചീത്ത നേരം എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ 5 പൈസ ഇല്ല. ഇല്ലല്ലോ, അത് ജോലി ഇല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ. അപ്പോൾ അന്ന് പ്രണയമൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. വല്ല സിനിമയിൽ സ്റ്റാർ ആവാൻ വേണ്ടത് ലക്ക്, ലുക്ക്. ലക്ക്. സത്യം. സത്യം. യുവർ ഫേവറേറ്റ് ചെഗ്വേര, മഹാത്മാഗാന്ധി? ചെഗ്വേര. I know that. You're like, ഞാൻ പറയുകയാണെങ്കിൽ ഒരു യങ് ചെഗ്വേരയാണ് മലയാളം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ. ആവട്ടെ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? നിവിൻ ഒരു പുതിയ ലീഗിനെ തന്നെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, എനിക്ക് പുതിയ തോട്ട്സ് ഉള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം. പുതിയ ടീമിലൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. കാരണം എല്ലാവരും അവസരങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. ഞാനും അവസരങ്ങൾക്ക് വേണ്ടി നടന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പെയിൻ മനസ്സിലാവും. അപ്പോൾ പുതിയ ആൾക്കാർ കഥ പറയാൻ വരുമ്പോൾ ഞാൻ കൂടുതലും കേൾക്കാറുണ്ട്, എന്താണ് ഇദ്ദേഹത്തിലൊരു ഫയർ ഉണ്ടോ, ഈ സ്ക്രിപ്റ്റിലൊരു മെറ്റീരിയലുള്ള ഒരു ഐറ്റമാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ട്രൂ ഓർ ഫാൾസ് എന്ന റൗണ്ടിലേക്ക് പോവാണ്. നിവിൻ പോളിക്ക് ട്രൂ പറയാം അല്ലെങ്കിൽ ഫാൾസ് പറയാം. ട്രൂ ഓർ ഫാൾസ് വിത്ത് നിവിൻ പോളി. ഓക്കെ, റെഡി? ഓക്കെ. അജു വർഗീസ് ആണ് എൻ്റെ സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. പിന്നാര്? ആലുവയിലെ ഗ്യാങ് ആണ്, അൽഫോൺസ് ആൻഡ് ഗ്യാങ്. അവരാണ് വളരെ കുറേ നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാൻ അസലായിട്ട് അറിയാം. ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. അറിയില്ല. അല്ല, എനിക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നതിൽ ഗംഭീരം എന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. നിവിനാണ് മലയാളത്തിലെ ഇന്നത്തെ മോസ്റ്റ് ഹാപ്പനിങ് യങ്സ്റ്റർ. ഈ സ്റ്റാർഡം എന്നുള്ള ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ നിവിന്? അതായത് ഒന്നുമല്ലാതിരുന്ന ഒരു നോർമൽ ആലുവക്കാരിൽ നിന്നും കേരളം മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിവിനൊന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുന്നു. ആ ഒരു യുനോ വ്യത്യാസം, ആ ചേഞ്ച് നിവിൻ എപ്പോഴാണ് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ലൈഫിൽ? ആഫ്റ്റർ പോസ്റ്റ് തട്ടത്തിമറിയത്താണ് അത് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് അറിയും, ജസ്റ്റ് ഹായ് ബൈ രീതിയിൽ. പക്ഷേ പോസ്റ്റ് തട്ടത്തിമറിയത്താണ് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമ കഴിഞ്ഞ പിന്നെയാണ്. നമ്മളെന്തെങ്കിലും ഇനോഗ്രേഷൻ അല്ലെങ്കിൽ കോളേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട് ചില സമയത്തൊക്കെ. ഇങ്ങനൊരു അവസരം, ഇങ്ങനെയൊരു ഇതിൽ ദൈവമൊക്കെ എത്തിച്ചല്ലോ എന്നൊക്കെ ഞാനിപ്പോൾ ഓർക്കാറുണ്ട്.